എഫ് എമ്മിൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അൺഅക്കാഡമിയിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പുതിയൊരു ബാച്ചിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. CMA ഫൗണ്ടേഷൻ പഠിക്കുന്ന ആസ്പിറൻസിന് വേണ്ടിയിട്ടാണ് ഈ പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നവംബർ 24 ബാച്ച് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോഴും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഞാൻ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് ആ ബാച്ചിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ബാച്ച് ഡീൽ ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സും അവർ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകൾ. നമ്മുടെ ഫൗണ്ടേഷൻ്റെ 4 പേപ്പറുകളും ഈ 4 എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. നവംബറിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി ആകുമ്പോൾ നമ്മുടെ MTP RTPയുടെ ഒക്കെ പ്രാക്ടീസ് ഉണ്ടാവും. ഏപ്രിൽ ക്യൂക്ക് റിവിഷൻ ബാച്ചുകൾ ഉണ്ടാവും. ജൂണിൽ എക്സാം എഴുതുന്നതിന് തൊട്ട് മുന്നേ തന്നെ 1 ഡേ റിവിഷൻ ബാച്ചുകളും ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു ബാച്ച് അവർ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇനി ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ്സ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ തീരുന്നത് വരെ അൺലിമിറ്റഡ് വ്യൂസ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് PDF നോട്ട്സ് കിട്ടും, നമുക്ക് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ്, അതുപോലെ നമ്മുടെ ഡൗട്ട് സോൾവിങ് സെഷൻസ് ഒക്കെ ഉണ്ടാവും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ. ഇതെടുക്കാനായിട്ട് നിങ്ങൾ അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഗോൾ, അതായത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് CMA ഫൗണ്ടേഷനായിട്ട് വെക്കാം. ഈ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. കൂടാണ്ട് ഈ ഒരു എമൗണ്ടിന് മുകളിൽ ഒരു 10% ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഡിസ്കൗണ്ട് കൂടി കിട്ടാനായിട്ട് നിങ്ങൾ സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 10% അഡീഷണൽ ഡിസ്കൗണ്ട് കൂടി കിട്ടും. അതുപോലെ CA ഫൗണ്ടേഷൻ പ്ലസ് സബ്സ്ക്രിപ്ഷനും CA ഫൗണ്ടേഷൻ ഐക്കോണിക് സബ്സ്ക്രിപ്ഷനും ചെറിയ ഒരു പ്രൈസ്, ഒരു സ്പെഷ്യൽ പ്രൈസ്, ഈ വീക്കിൽ പുതിയൊരു പ്രൈസ് വന്നിരിക്കുകയാണ്. ആ പ്രൈസ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസിന് പുറമെ നിങ്ങൾക്ക് വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കൂടി കിട്ടാനായിട്ട് സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് കൂടി യൂസ് ചെയ്യാം. ഓക്കെ, നോർമൽ റെഗുലർ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം നല്ല ഡിസ്കൗണ്ട് ആണ് ഇപ്പോഴത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കൂടി കിട്ടാനായിട്ട് സാഗർ 45 എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈനൽ എമൗണ്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കിടക്കുന്ന എമൗണ്ടിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ FM-ന്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണ്? NPV അല്ലേ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിലെ, പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത്? NPV മെത്തേഡ് അല്ലേ, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഈ NPV മെത്തേഡ് പറയുന്നത് എന്താണ്? അതായത് ഒരു പ്രോജക്റ്റിൻ്റെ, നമുക്ക് ആ ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ നമ്മളൊരു മെഷീനറി ആണെങ്കിൽ ആ മെഷീനറി ഇനിഷ്യലി പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതുപോലെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് റിപ്പയർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അഡീഷണൽ എക്യുപ്മെൻറ്റ് എന്ത് ചെയ്യും, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറേ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു അല്ലേ. ഇനി അങ്ങോട്ട് അതിൻ്റെ ലൈഫ് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ടുള്ള ലൈഫിലെല്ലാം അവരെന്ത് ചെയ്യും, ആ മെഷീനറി നമുക്ക് റിട്ടേൺ ഇങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ NPV മെത്തേഡിൽ നോക്കുന്നത് എന്താണ്? നമ്മൾ ചിലവാക്കുന്ന പൈസ അതിന് വാല്യൂബിൾ ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ NPVയിൽ നോക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ, ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമ്മൾ കമ്പയർ ചെയ്യുന്നു. നമ്മുടെ ഇൻഫ്ലോ എപ്പോഴും കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും അല്ലേ. ഇൻഫ്ലോ കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, കൂടുതൽ പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റിലാണ് NPV കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ടൈം വാല്യൂവിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് ചെയ്യും. ഏത്? നമ്മുടെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം NPV ഈസ് ഈക്വൽ ടു എന്ത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ. നമുക്ക് കണ്ടിന്യൂസ് പീരീഡിൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോയെ ഒറ്റയടിക്ക് പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൊണ്ടുവരികയും മൈനസ് നമുക്ക് ഓരോ വർഷവും അല്ലെങ്കിൽ ഇനിഷ്യലി ചിലവാക്കുന്ന നമ്മുടെ ഔട്ട്ഫ്ലോയെ നമ്മൾ പ്രസൻ്റ്ലി ഒറ്റയടിക്ക് ഫസ്റ്റ് ഇയറിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്നതാണ് NPV എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ട്, നമ്മൾ ചിലവാക്കിയതിനേക്കാളും കൂടുതൽ നമുക്ക് വരവുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. ഇനി അഥവാ നമുക്ക് ചിലവാക്കിയതിനേക്കാളും കൂടുതൽ പൈസ കിട്ടിയില്ല, അതിൻ്റെ അർത്ഥം NPV ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും അല്ലേ. ഇനി ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. NPV ഈസ് ഈക്വൽ ടു എന്ത്? 0 ആണ് NPV എങ്കിൽ നമുക്ക് ആ പ്രൊജക്റ്റ് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അത് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനാണ്. ഓക്കെ, ഇപ്പോൾ മാനേജ്മെൻറ്റ് ഗുഡ് വില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ക്രെഡിബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ലാഭമില്ല നഷ്ടമില്ല. ഓക്കെ അല്ലേ. അതാണ് നമ്മൾ NPVയെ പറ്റി പറഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാനൊരു പോയിന്റ് അവസാനം പറയാമെന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അതാ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക, എന്നാലേ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. എന്താണെന്നറിയാമോ? അത് ഈ ആദ്യത്തെ സാധനം എന്ത്? കൺസൾട്ടൻസ് ഫീ. നമ്മൾ കുറേ ക്യാഷ് ഇൻഫ്ലോയും ചെക്ക് ചെയ്തു, കുറേ ക്യാഷ് ഔട്ട്ഫ്ലോയും ചെക്ക് ചെയ്തു. അപ്പോൾ അതാ ഈ ഒരു സാധനം കൺസൾട്ടൻറ്റ് ഫീ നമുക്ക് ലാസ്റ്റ് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് പറയാൻ വിട്ടുപോയി. അത് ഞാനിപ്പോൾ ഇവിടെ പറയാം. നിങ്ങളൊന്ന് ആലോചിക്കുക. കൺസൾട്ടൻറ്റ് ഫീ, അതായത് നമുക്കിപ്പോൾ 2 മെഷീനറി ഉണ്ട്. ആ 2 മെഷീനറി, ഒന്ന് ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനറിയും ഒന്നെന്ന് പറയുന്നത് പാർഷ്യലി ഓട്ടോമേറ്റഡ് മെഷീനറിയാണ്. ഒന്ന് നമുക്ക് ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ജസ്റ്റ് ഒരാൾ മാത്രം മതി അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പാർഷ്യലി ആണെങ്കിൽ ഒരു 5 പേര് വേണം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടിൻ്റെയും കോസ്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്, ലൈഫ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കുകയാണ്, നമ്മൾ
നമ്മളാണ് കൺസൾട്ടൻറ്റ്, നമ്മളൊരു കോസ്റ്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. നമ്മളോട് ചോദിക്കുകയാണ് ഇതിൽ ഏത് മെഷീനറി ഞാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, NPVയുടെ ബേസിൽ അറ്റ് പ്രസൻറ്റിൽ എത്ര റിട്ടേൺ കിട്ടുന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞുതരാൻ പറയുന്നു. അപ്പോൾ നമ്മൾ NPV ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു, അതെന്ത് ചെയ്തു അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ആദ്യത്തെ മെഷീനറി ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനറിയാണ് നല്ലതെന്ന്. ഓക്കെ, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സർവീസിന് അവർ നമുക്ക് എന്ത് ചെയ്യും, പൈസ തരും അല്ലേ, അവർ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫീ തരും. അതാണ് കൺസൾട്ടൻസ് ഫീ അല്ലേ. നമ്മുടെ കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കും, നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്തപ്പോൾ അവർ നമുക്ക് ഫീ തന്നു. ആ ഫീ ആണ് കൺസൾട്ടൻറ്റ് ഫീ. അത് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ ആണോ ക്യാഷ് ഔട്ട്ഫ്ലോ ആണോ, ചിന്തിച്ച് നോക്കിയേ. ക്യാഷ് ഇൻഫ്ലോ ആണോ ക്യാഷ് ഔട്ട്ഫ്ലോ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നതാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന പൈസയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് വിളിക്കാം അല്ലേ. പക്ഷേ NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കൺസൾട്ടൻറ്റ് ഫീക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളൊരു കൺസൾട്ടൻറ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ സർവീസൊക്കെ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെഷീനറിയിൽ നിന്ന് റിട്ടേൺ കിട്ടിയില്ലെങ്കിലും നമ്മൾ ആ മെഷീനറി സെലക്ട് ചെയ്താലും സെലക്ട് ചെയ്തില്ലെങ്കിലും നമ്മൾ ആ കൺസൾട്ടൻറ്റ് ഫീ പേ ചെയ്യേണ്ടി വരും അല്ലേ. ഡൗട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കി, നമ്മളവിടെ 2 മെഷീനറിയിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഈ മെഷീനറി, ഈ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനറി സെലക്ട് ചെയ്യണമെന്ന്. പക്ഷേ അവർ സെലക്ട് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ കൺസൾട്ടൻറ്റ് ഫീ ആ മെഷീനറിയുടെ കോസ്റ്റ് നമ്മൾ ആ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ സെലക്ട് ചെയ്തു, ആദ്യത്തെ മെഷീനറി സെലക്ട് ചെയ്തില്ല, രണ്ടാമത്തെ മെഷീനറിയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ കൺസൾട്ടൻറ്റ് പറയുന്ന കാര്യം നമ്മൾ ചെയ്തില്ല. എങ്ങനെയൊക്കെ നോക്കിയാലും കൺസൾട്ടൻറ്റ് നമ്മൾ ഫീ കൊടുക്കേണ്ടി വരും, നമ്മൾ ആ മെഷീനറി തന്നെ സെലക്ട് ചെയ്താലും സെലക്ട് ചെയ്തില്ലെങ്കിലും. ഇപ്പോൾ കൺസൾട്ടൻറ്റ് തരുന്ന ആ സർവീസ് നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ ആ ഫീ എന്തായാലും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഫീ ഒരിക്കലും നമ്മുടെ NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഇൻഫ്ലോ ആയിട്ടോ ഔട്ട്ഫ്ലോ ആയിട്ടോ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ. ഇതാണ് ഞാനിവിടെ പറയാമെന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. പക്ഷേ NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ കൺസൾട്ടൻറ്റ് ഫീ എടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ആ മെഷീനറി സെലക്ട് ചെയ്താലും ആ മെഷീനറി സെലക്ട് ചെയ്തില്ല. ഇപ്പോൾ സപ്പോസ് ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ ആ പ്രോജക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു. അയാൾ എന്ത് തന്നെ പറഞ്ഞോട്ടെ, കൺസൾട്ടൻറ്റ് എന്ത് തന്നെ പറഞ്ഞോട്ടെ, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കോസ്റ്റ് അക്കൗണ്ടൻറ്റോ അവർ എന്ത് തന്നെ പറഞ്ഞോട്ടെ, അവർ പറയുന്ന കാര്യത്തിന് ഉള്ള ഫീസ് അവർക്ക് കൊടുത്തിരിക്കണം. അതും മെഷീനറിയും അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവർ നമുക്കൊരു സർവീസ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ മെഷീനറിയുടെ കോസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മളൊരു ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്ത് NPV കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സ്കാനറിൽ നിന്ന് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടൊരു അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നമ്മളിന്ന് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ എന്താ വന്നു, നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നില്ലേ, ആ സ്ക്രീനിൽ നമ്മുടെ സ്കാനറിൻ്റെ PDF കോപ്പിയാണ്. അത് കറക്റ്റ് വ്യക്തമല്ലാത്തതുകൊണ്ട് ഞാൻ ആ സാധനം നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ബുക്കിലൂടെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസാണ്. അത് ഏതെങ്കിലും നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മളെ വീഡിയോസൊക്കെ റെഫർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ കൂടി ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണാം. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നോക്കി, അർമാൻ ലിമിറ്റഡ് പ്രൊവൈഡ്സ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻസ്. അർമാൻ ലിമിറ്റഡ് നമുക്ക് താഴെ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, പർച്ചേസ് പ്രൈസ് ഓഫ് ന്യൂ മെഷീനറി 10 lakh rupees. ഒരു പുതിയ മെഷീനറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയാണ്. ഓക്കെ, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് 1,50,000 rupees. അതായത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1,50,000 രൂപ ചിലവാകും. അപ്പോൾ നമ്മുടെ മെഷീനറിയുടെ വില നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന വില കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 lakh plus 1,50,000 ഇപ്പോൾ തന്നെ വന്ന് നമുക്കറിയാം. മെഷീനറി പുട്ട് യൂസ് ആവുന്നത് വരെ എന്തൊക്കെ ചിലവുണ്ടോ അതൊക്കെ മെഷീനറിയുടെ കോസ്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാമെന്ന് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അടുത്ത നെക്സ്റ്റ് നോക്കി, വർക്കേഴ്സ് ട്രെയിനിങ് എക്സ്പെൻസസ് 50,000 rupees. ആ മെഷീനറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സിന് ട്രെയിൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ട്രെയിനിങ് എക്സ്പെൻസ് വന്നു 50,000 രൂപ. അങ്ങനെയാണെങ്കിൽ ഇതും നമുക്ക് ആഡ് ചെയ്തുകൂടെ. അപ്പോൾ മെഷീനറിയുടെ കോസ്റ്റായിട്ട് ഇപ്പോൾ 3 ഐറ്റംസ് ആഡ് ചെയ്യാം. 10 ലക്ഷം, 1,50,000, 50,000. അപ്പോൾ 12 ലക്ഷമാണ് മെഷീനറിയുടെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആയിട്ട് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട വാല്യൂ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം അല്ലേ. ഈ 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രശ്നമൊന്നുമില്ലല്ലോ. നോക്കി, വേണമെങ്കിൽ നമുക്കിതായി ഇവിടെ ഒരു അസംഷൻ വെക്കാം. ഈ വർക്കേഴ്സ് ട്രെയിനിങ് എക്സ്പെൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതാ പുതിയ മെഷീനറി വാങ്ങിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് അസംഷൻ വെക്കാം, ഈ തന്നിരിക്കുന്ന വർക്കേഴ്സ് ഈ മെഷീനറിയുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടല്ല വേറെ എന്തെങ്കിലും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലോ എന്ന് അസംഷൻ വെച്ചിട്ട് ഈ എമൗണ്ട് കൺസിഡർ ചെയ്യാതെ ഇരിക്കാം. ഇനി അല്ല കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒരു അസംഷനായിട്ട് വെക്കുക. അതായത് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് ഈ പുതിയ മെഷീനറിയിൽ അവർ എന്ത് ചെയ്യാനാണ്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു എക്സ്പെൻസും പുട്ട് യൂസ് ആവുന്നത് വരെയുള്ള ഒരു എക്സ്പെൻസ് ആണ്, അത് നമ്മൾ മെഷീനറിയുടെ കോസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നു എന്നൊരു അസംഷൻ വെക്കാം.
ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യത്തെ 3 പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നോക്കി. ഇതൊരു കിടിലൻ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇതിനകത്ത് കുറേ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടും ട്രിക്കി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റൻ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. 4ാമത്തെ പോയിന്റ് എന്താ നോക്കി. സബ്സിഡി റിസീവബിൾ ഫ്രം ഗവൺമെൻറ് 50% നൗ ആൻഡ് 10% അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. നോക്കി, നമ്മൾ ആ പുതിയ മെഷീനറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നമുക്കൊരു സബ്സിഡറി തരാമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് നമുക്ക് എന്ത് തരാമെന്ന് പറഞ്ഞു? ഒരു സബ്സിഡി തരാമെന്ന് പറഞ്ഞു. ആ സബ്സിഡി എന്ന് പറയുന്നത് 50% ഇപ്പോൾ തന്നെ തരും, ഒരു 10% ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം തരും. 50% ഇപ്പോൾ തന്നെ തരും, ഒരു 10% ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം തരും, അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. ഓക്കെ അല്ലേടാ? അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആ സബ്സിഡിയുടെ വാല്യൂ വേണമെങ്കിൽ ഇവിടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കി, നമ്മൾ പറഞ്ഞു മെഷീനറിയുടെ പർച്ചേസ് പ്രൈസ് 10 ലക്ഷം, ഇൻസ്റ്റാളേഷൻ 1,50,000, വർക്കേഴ്സിന് ട്രെയിനിങ് 50,000 കൂടെ കൂട്ടിയിട്ട് 12 ലക്ഷം രൂപയാണ് മെഷീനറിയുടെ കോസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഗവൺമെൻറ് തരുന്ന 50% തരത്തില്ലേ? ഈ 50% എന്തിൻ്റെ ആയിരിക്കും? 12 ലക്ഷത്തിന് 50% അല്ലേ? ഒരിക്കലും അല്ല. നമ്മുടെ ഗവൺമെൻറ്റൊക്കെ എപ്പോഴും സബ്സിഡി തരുന്ന ആ പർച്ചേസ് പ്രൈസിൻ്റെ പെർസെൻറ്റേജിലായിരിക്കും. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ട്രിക്കി പോയിന്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് സബ്സിഡി തരുന്ന എന്നായിരിക്കും? നമ്മുടെ പർച്ചേസ് പ്രൈസിൻ്റെ പെർസെൻറ്റേജിലായിരിക്കും. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ 10 ലക്ഷം രൂപയുടെ മെഷീനറി വെച്ചു, ഇനി ഇൻസ്റ്റാളേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു 5 ലക്ഷം ഉണ്ടെന്നൊക്കെ പറയാം. എന്നിട്ട് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുത്തപ്പോൾ അപ്പോഴും ഒരു 5 ലക്ഷം. അപ്പോൾ മെഷീനറിയുടെ വില 10 ലക്ഷം, നമ്മുടെ കയ്യിൽ അഡീഷണലി വന്ന ചിലവും 10 ലക്ഷം. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷത്തിൻ്റെ 50% ഗവൺമെൻറ് തരുമോ? ഗവൺമെൻറ് എപ്പോഴും കുറച്ച് മാക്സിമം എത്രയ്ക്ക് പിടിച്ച് തരാൻ പറ്റുമോ അത്രേ തരത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു പോയിന്റ് ചിന്തിക്കണം. ഈ 50% എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ലക്ഷവും 1,50,000 കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട് 12 lakh എഴുതി വെക്കും. എന്നിട്ട് സബ്സിഡി എന്നും പറഞ്ഞിട്ട് ഈ 12 lakhൻ്റെ 50%, 10% എടുക്കും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഇവിടെ ടോട്ടൽ സബ്സിഡി 50%, 10% കൂടെ 60% ആണ്. ആ 60% എന്തിൻ്റെയാണ്? പർച്ചേസ് പ്രൈസിൻ്റെയാണ്. 10 ലക്ഷത്തിൻ്റെ 50% ഇപ്പോൾ തന്നെ കിട്ടും. അതായത് 10 ലക്ഷത്തിൻ്റെ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ലക്ഷം. അതുപോലെ പിന്നെ എത്ര കിട്ടും? ഒരു 10% കിട്ടും, അതായത് 1 ലക്ഷം. അങ്ങനെ ടോട്ടൽ 6 ലക്ഷം രൂപ നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അത് ഓർത്ത് വെക്കേണ്ടത് പർച്ചേസ് പ്രൈസിൻ്റെയാണ്, മെഷീനറിയുടെ പ്രൈസിൻ്റെയാണ്, അല്ലാതെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന റേറ്റിൻ്റെ അല്ല. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. ഇനി അടുത്ത ട്രിക്കി പോയിന്റ്, ഇതൊക്കെ നമ്മൾ ക്രാക്ക് ചെയ്യാനുള്ള അടുത്ത പോയിന്റ് നോക്കിയാൽ നല്ല പോയിന്റാണ്. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബിഗിനിങ് ഓഫ് ഫസ്റ്റ് ഇയർ 2 lakh rupees, ബിഗിനിങ് ഓഫ് സെക്കൻഡ് ഇയർ 3 lakh rupees, ബിഗിനിങ് ഓഫ് തേർഡ് ഇയർ 2,50,000 rupees. നോക്കി, അപ്പോൾ നമ്മൾ ഈ ഒരൊറ്റ പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് എന്ത് കുഴപ്പം? വർക്കിംഗ് ക്യാപിറ്റൽ ഇതിൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആദ്യത്തെ വർഷം 2 ലക്ഷം രൂപ, രണ്ടാമത്തെ വർഷം നമ്മൾ ഒരു അഡീഷണലി 3 ലക്ഷം രൂപ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, മൂന്നാമത്തെ വർഷം അഡീഷണലി 2,50,000 രൂപ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ എഴുതി അങ്ങ് വെക്കും. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് തെറ്റിടും, അവർ ഒറ്റ വിട്ടിടും, ആൻസർ നോക്കത്തേയില്ല, കംപ്ലീറ്റ് മാർക്കും പോയി, 0 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കി, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നമുക്ക് ഓരോ വർഷവും ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ 2 ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വേണം. ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് ഇയർ 2 lakh rupees, ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് 2 ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. സെക്കൻഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ 3 ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതിൻ്റെ അർത്ഥം നമ്മൾ ഇവിടെ എടുത്ത ഈ 2 ലക്ഷം രൂപ അവിടെ കിടക്കുകയല്ലേ. സെക്കൻഡ് ഇയർ ആകുമ്പോൾ 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 2 ലക്ഷത്തിനോടൊപ്പം 1 ലക്ഷം കൂടെ നമ്മൾ അഡീഷണലി ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ്. മനസ്സിലായോ? ആ പോയിന്റ് ക്രാക്ക് ചെയ്തോ? ഒന്നും കൂടെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് 2 ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ വേണേ. ഓക്കെ, സെക്കൻഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിലാകുമ്പോൾ 3 ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ വേണേ. ഓൾറെഡി 2 ഉണ്ട്, അതിനെ 3 ലക്ഷത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ലക്ഷം രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് ഇയറിൻ്റെ എൻഡിൽ നോക്കി, തേർഡ് ഇയറിൻ്റെ എൻഡിലാകുമ്പോൾ 2,50,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ മതി. ഓക്കെടാ, ഇവിടെ 3 ലക്ഷം ഉണ്ട്, തേർഡ് ഇയറിലും 2,50,000 രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ മതി. അതിൻ്റെ അർത്ഥം 50,000 രൂപ നമ്മൾ റിലീസ് ചെയ്തു, വർക്കിംഗ് ക്യാപിറ്റൽ വിഡ്രോ ചെയ്തു എന്നാണ്. മനസ്സിലായോ? ഇതാണ് ഇവിടെ ക്രാക്ക് ചെയ്യേണ്ട പോയിന്റ്. ഫസ്റ്റ് ഇയറിൽ 2 ലക്ഷം രൂപ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് 1 ലക്ഷം കൂടെ അഡീഷണൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, തേർഡ് ഇയർ ആകുമ്പോൾ അതിൽ നിന്ന് 2,50,000 രൂപ ഇങ്ങ് റിലീസ് ചെയ്യുക, ഇങ്ങ് പിൻവലിക്കുക. മനസ്സിലായോ? ആ പോയിന്റ് നന്നായിട്ട് കത്തിയോ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. യൂസ്ഫുൾ ലൈഫ് ഓഫ് ദ മെഷീനറി 5 years. മെഷീനറിയുടെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 5 വർഷത്തേക്കാണ്. ഓക്കെ, പ്രശ്നമില്ല. അഡീഷണൽ എക്യുപ്മെൻറ്റ് കോസ്റ്റിംഗ് 3 lakh rupees വിൽ ബി നീഡഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് തേർഡ് ഇയർ. മൂന്നാമത്തെ വർഷത്തിൻ്റെ തുടക്കമാകുമ്പോൾ ആ മെഷീനറി നമ്മൾ ആ പുതിയ മെഷീനറി നടത്തിക്കൊണ്ട് കറക്റ്റായിട്ട് പോകണമെങ്കിൽ ഒരു അഡീഷണൽ എക്യുപ്മെൻറ്റ് റിക്വയർമെൻറ്റ് ഉണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്കൊരു എക്യുപ്മെൻറ്റ് കൂടി വേണം. അതിനൊരു 3 ലക്ഷം രൂപയാവും. ഓക്കെ, അഡീഷണൽ എക്യുപ്മെൻറ്റ് നമ്മൾ വാങ്ങി 3 ലക്ഷം രൂപ നമ്മളൊരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, നമുക്കറിയാം ആ എക്യുപ്മെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് 3 വർഷമാണ്. അതിൻ്റെ സാൽവേജ് വാല്യൂ നിൽ, അതായത് 3 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നും കിട്ടില്ല, ആക്രിക്ക് കൊടുത്താൽ പോലും ഒന്നും കിട്ടത്തില്ല എന്ന്.
ഓക്കെ. ബുക്ക് സാൽവേജ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് ഇസ് 10% ഓഫ് ദ പ്രൈസ്. നോക്കി, നമ്മൾ ആദ്യത്തെ മെഷീനറിയുടെ കാര്യം പറയുന്നത്, ആ ന്യൂ മെഷീനറിയുടെ കാര്യം പറയുന്നത്. അതിൻ്റെ ബുക്ക് സാൽവേജ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വരുമ്പോൾ ബുക്ക് സാൽവേജ് വാല്യൂ 10% ഓഫ് പ്രൈസ് ആണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷമാണോ അതോ നമ്മൾ ആ മറ്റേ എക്സ്പെൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 12 ലക്ഷമാണോ? ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 10, 12 മൊത്തം കൺഫ്യൂഷൻ ആയി അല്ലേ? നമ്മളെപ്പോഴും ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ്. അതായത് എക്സ്പെൻസുകളെല്ലാം ആഡ് ചെയ്ത് പുട്ട് യൂസ് വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എന്താണ്? ആ മൊത്തം കൊണ്ട് എടുത്തുള്ള 12 ലാഖിൻ്റെ 10% എടുത്താൽ മതി. ഇവിടെ പ്രൈസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അസംപ്ഷൻ എഴുതിയിട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ക്യാഷ് സാൽവേജ് വാല്യൂ, ഇത് അവരെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. ക്യാഷ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് 80,000 രൂപയാണ്. ഓക്കെ, പ്രശ്നമില്ല. ഇനി അടുത്ത പോയിന്റ് വായിച്ചു നോക്കി. ഇതും നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ലാസ്റ്റ് പോയിന്റ് അല്ല, എത്രാമത്തെ? 10ാമത്തെ പോയിന്റ് നോക്കി. റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ പേബിൾ ടു വർക്കേഴ്സ് ഡ്യൂ ടു ദ ഇൻസ്റ്റലേഷൻ ഓഫ് ദിസ് മെഷീൻ 1 lakh rupees ഫുള്ളി ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പേബിൾ. എന്തത് റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ? എവിടെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ. ഓർമ്മയുണ്ടോ? ഇൻകം ടാക്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൽ ഇൻകം 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടെന്ന് പഠിച്ചിട്ടില്ലേ? ആ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഇൻകം ഫ്രം സാലറി ഇൻകം, ആ സാലറി ഇൻകത്തിൽ നമ്മൾ ഈ ഒരു സാധനം പഠിച്ചു, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ. ഓർമ്മയുണ്ടോ? ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ. അവിടെ നമ്മൾ ടാക്സ് ട്രീറ്റ്മെൻറ്റ് പഠിക്കുന്നു, ഇവിടെ നമ്മുടെ NPV നമ്മൾ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ എന്ത് ചെയ്യണമെന്ന് പഠിക്കുന്നു. നമുക്ക് ആദ്യമേ മനസ്സിലാക്കി റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ ഇവിടെ എന്താണെന്ന്. അതായത് നമ്മൾ പുതിയ മെഷീനറി കൊണ്ടുവന്നപ്പോൾ കുറച്ച് വർക്കേഴ്സിന് ജോലി ഇല്ലാണ്ടായി. നമുക്ക് അവരെ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിരിച്ചുവിടേണ്ടി വരും. അങ്ങനെ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ വർക്കേഴ്സിനൊക്കെ ട്രേഡ് യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ പ്രശ്നം ഉണ്ടാകും. അങ്ങനെയൊന്നും പറ്റില്ല, ഞങ്ങൾ പിന്നെ ജോലിക്ക് എവിടെ പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം തരും. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ നിങ്ങൾക്ക് റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ തരാം. അതായത് നിങ്ങളുടെ സാലറിയുടെ 2 മാസത്തെ സാലറി ഫ്രീ ആയിട്ടങ്ങ് തന്നേക്കാം. അപ്പോൾ നോക്കുമ്പോൾ അത് കൊള്ളാമല്ലേ? നമുക്ക് ജോലി പോയി, പ്രശ്നമില്ല, 2 മാസത്തെ സാലറി ഫ്രീ ആയിട്ട് കിട്ടി. ആ 2 മാസത്തിനുള്ളിൽ നമുക്ക് വേറൊരു കമ്പനിയിലോ വേറെ എവിടെയെങ്കിലും ജോലി തേടാൻ പറ്റും. അങ്ങനെയാണ് ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നത്. അങ്ങനെ കൊടുത്ത റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷനാണ് ഇവിടെ എത്ര? 1 lakh rupees. ഓക്കെ, അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണമെന്ന്. ഓക്കെ, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്. ഒരു എക്സ്പെൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടാക്സ് എപ്പോഴും കുറഞ്ഞിരിക്കും. അപ്പോൾ അവിടെ ഒരു ടാക്സ് സേവിങ് ഉണ്ടായി, അതാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നമില്ല, നമ്മൾ ചെയ്യും, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ആ പോയിന്റ് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം, അപ്പം നിങ്ങളുടെ ഡൗട്ടെല്ലാം തീരും. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി, ഡിപ്രിസിയേഷൻ വിൽ ബി 100% ഓഫ് ദ കോസ്റ്റ് ഓഫ് മെഷീനറിയുടെ 100% ഡിപ്രിസിയേഷൻ ആണ്. ഓക്കെ, ഇൻക്ലൂഡിങ് അഡീഷണൽ എക്യുപ്മെൻറ്റ്, ആ അഡീഷണൽ എക്യുപ്മെൻറ്റേയും കൂട്ടണം. ഓക്കെ, ഇൻ ദ ഇയർ ഓഫ് പർച്ചേസ്. നോക്കിടാ, ഡിപ്രിസിയേഷൻ വിൽ ബി 100% ഓഫ് ദ കോസ്റ്റ് ഓഫ് മെഷീനറി ഇൻ ദ ഇയർ ഓഫ് പർച്ചേസ്. നോക്കി, നമ്മൾ മെഷീനറി എന്നാണോ മേടിക്കുന്നത് ആ ഇയറിൽ തന്നെ 100% ഡിപ്രിസിയേഷനും കൊടുത്തേക്കാൻ. ഓക്കെ അല്ലേ? 100% ഡിപ്രിസിയേഷനും കൊടുത്തിരിക്കാൻ. ആൻഡ് ദ സെയിം വിൽ ബി അലൗഡ് ഫോർ ടാക്സ് പർപ്പസ്. അത് നമ്മൾ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് അലോ ചെയ്യുന്നു. ഓക്കെ, പ്രശ്നമില്ല. അങ്ങനെ നോക്കി, ഈ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ എത്രയാണോ അതിൻ്റെ 100% ഫുൾ ഡിപ്രിസിയേഷനും ഫസ്റ്റ് ഇയറിൽ തന്നെ കൊടുത്തിരിക്കാൻ. അത് ഏതിൻ്റെയൊക്കെ? നമ്മുടെ ന്യൂ മെഷീനറിയുടെയും എക്യുപ്മെൻറ്റിൻ്റെയും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു 11ാമത്തെ പോയിന്റ് ഏതൊക്കെ പോയിന്റ് ഇല്ലാതാക്കിയെന്ന് നോക്കി. ഇതാ ഇവിടെ മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പോയിന്റ് ഇല്ലാതാക്കി. ഏത്? ഈ 10%. ഓർമ്മയുണ്ടോ? ബുക്ക് സാൽവേജ് വാല്യൂ അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞ 10% ആണ്. അതായത് ആ വർഷത്തിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ ബുക്ക് സാൽവേജ് വാല്യൂ 10% വേണമെന്ന്. അപ്പോൾ ഇത് ചുമ്മാ തന്നിരിക്കുക. ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ ഫുൾ ഡിപ്രിസിയേഷനും എടുത്തു കഴിഞ്ഞാൽ ഈ 10% ആവശ്യം പിന്നെ ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫുൾ ഡിപ്രിസിയേഷനും എടുത്തരാം. പിന്നെ ലാസ്റ്റ് ബുക്ക് സാൽവേജ് വാല്യൂ ഒന്നും വരില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് ബുക്ക് സാൽവേജ് വാല്യൂ നില്ലായിരിക്കും. ബുക്ക് വാല്യൂ എന്തായിരിക്കും? നില്ലായിരിക്കും. അപ്പോൾ ഈ പോയിന്റിനെ പോയി, ഈ പോയിന്റിൻ്റെ ആവശ്യമില്ലാണ്ടായി. ഓക്കെ അല്ലേ? നോക്കി, ലൈഫ്, ഇവിടുത്തെ ലൈഫ് 3 years ആണ്. നേരത്തെ പറഞ്ഞിരിക്കുന്ന ലൈഫ് എത്ര? 5 years അല്ലേ? എത്രയാണെന്ന് പറഞ്ഞിട്ടില്ലേ? 3 years. നേരത്തെ പുതിയ മെഷീനറിക്ക് 5 years. ഈ രണ്ടിൻ്റെ ആവശ്യം ഇനിയിപ്പോൾ ഇല്ല. ഡിപ്രിസിയേഷൻ എത്രയാണോ അതിന് ഫുൾ ഡിപ്രിസിയേഷൻ നമ്മൾ ഫസ്റ്റ് ഇയർ തന്നെ കൊടുക്കും. ഈ ലൈഫ് വെച്ച് ഡിവൈഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റ് എത്രയൊക്കെ കാര്യങ്ങളെ ഇല്ലാണ്ടാക്കി നോക്കി, ഓവർലാപ്പ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? പ്രശ്നമില്ലല്ലോ. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കി, ടാക്സ് റേറ്റ് 30%. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രശ്നമില്ല. ഇനി അടുത്ത് നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. നമ്മുടെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് ആണ് 10%. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഓർമ്മയുണ്ടോ? 1/1 പ്ലസ് നമ്മുടെ
റേറ്റ്, ആ റേറ്റാണ് 10%. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വരും, നമുക്ക് ഈ റേറ്റ് അറിയാം, 10ൻ്റെ റേറ്റ് നമുക്കറിയാം. PV ഫാക്ടർ ഓർമ്മയുണ്ടോ, 0.90826 എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം. സെയിം സാധനം നിങ്ങൾക്ക് ഓർമ്മയില്ലടാ, അത് 1/1.1 1 2 3 4 5 6 അങ്ങനെ നമുക്ക് എത്ര ഇയറിലെ PV ഫാക്ടർ വേണമെങ്കിലും കിട്ടാം. ആ റേറ്റാണ് തന്നിരിക്കുന്നത് 10%. ഓക്കെ, പ്രശ്നമില്ല. അടുത്ത് നോക്കി, ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. ഓരോ വർഷത്തെ ഏർണിങ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ നെൽ, സെക്കൻഡ് ഇയർ 55 lakh, തേർഡ് ഇയർ 5 lakh, ഫോർത്ത് ഇയർ 5 lakh, ഫിഫ്ത്ത് ഇയർ നെൽ. ഓക്കെ, റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കി അവർ പറഞ്ഞിരിക്കുന്നത്, അഡ്വൈസ് ദ കമ്പനി വെദർ ദ മെഷീനറി ഷാൾ ബി പർച്ചേസ്ഡ് ഓർ നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് NPV. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ കമ്പനിക്ക് പറഞ്ഞു കൊടുക്കുക ഈ മെഷീനറി മേടിക്കണോ വേണ്ടേന്ന്. എന്തിൻ്റെ ബേസിൽ? NPVയുടെ ബേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത്? NPV ഈസ് ഈക്വൽ ടു എന്ത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. നമ്മുടെ ഓരോ ഇൻഫ്ലോസും എടുക്കുക, അതിൽ നിന്ന് ഓരോ ഔട്ട്ഫ്ലോസും കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ഓക്കെ, അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് വേണ്ടേ? ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് പഠിച്ച സാധനം? എങ്ങനെയാണ് അത്? ആദ്യമേ നമ്മുടെ സെയിൽസ്, അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നു, ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് ടാക്സ് കുറയ്ക്കുന്നു, അത് കഴിഞ്ഞ് ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടും. അത് നമ്മൾ എടുക്കും. പക്ഷേ ലാസ്റ്റ് ഇയറിലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, പിന്നെ നമ്മുടെ സാൽവേജ് വാല്യൂ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ആ ഒരു ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ പരിപാടിയും കിട്ടും. അപ്പോൾ നമുക്ക് അത് ആദ്യമേ ചെയ്യാം, പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ ചെയ്ത കാര്യങ്ങളെ തന്നെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമേ ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡിപ്രിസിയേഷൻ, കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ. സൊല്യൂഷനാണേ, സൊല്യൂഷൻ, കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ആദ്യം ഏത് മെഷീനറിയുടെ? നമ്മുടെ പുതിയ മെഷീനറിയുടെ, ന്യൂ മെഷീനറിയുടെ ആണേ. ഓക്കെ, പ്രശ്നമില്ല. ആദ്യമേ നമ്മുടെ പർച്ചേസ് പ്രൈസ് ആഡ് ചെയ്യാം. പർച്ചേസ് പ്രൈസ് എത്രയാണ്? പർച്ചേസ് പ്രൈസ് അവർ നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്, 10 lakh rupees. അതങ്ങോട്ട് എഴുതിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ? അത് ആഡ് ചെയ്തു. ഇനി നമുക്ക് അതിനോടൊപ്പം എന്തൊക്കെ ആഡ് ചെയ്യാം? ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് ആഡ് ചെയ്തൂളേ? ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് എത്രയാണ്? 1,50,000 rupees ആഡ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വർക്കേഴ്സിൻ്റെ ട്രെയിനിങ് നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ എഴുതാം കേട്ടോ. 50,000 എല്ലാം കൂടെ കൂട്ടിപ്പോൾ നമുക്ക് 12 lakh rupees എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? 12 lakh ആണ്, ഡിവൈഡഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രിസിയേഷനൊക്കെ കിട്ടും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ 12 ലക്ഷം രൂപയും നമ്മൾ ചിലവാക്കിയോ? 12 ലക്ഷം രൂപ ചിലവാക്കാതെ നമുക്ക് മെഷീനറി കിട്ടുമോ? 12 ലക്ഷം നമ്മൾ ചിലവാക്കി. പക്ഷേ ഗവൺമെൻറ് നമുക്കൊരു 60% സബ്സിഡി തരുന്നുണ്ട്. ആദ്യം ഒരു 50, പിന്നെ ഒരു 10, അങ്ങനെ ഒരു 60% ഗവൺമെൻറ് നമുക്ക് സബ്സിഡി തരുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, 12 ലക്ഷത്തിൽ നിന്ന് 60%, ഇത് ഈ 10 ലക്ഷത്തിൻ്റെ 60% ഗവൺമെൻറ് നമുക്ക് സബ്സിഡി തരുന്നുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് മാത്രം ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ബാക്കിയുള്ള ആ സബ്സിഡിയുടെ അഡ്വാൻറ്റേജ് നമുക്ക് ഓൾറെഡി കിട്ടി. നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പോലും ഇല്ല. നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസയ്ക്ക് മാത്രമേ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തേ ഉള്ളൂ? അധികാരമുള്ളൂ. അപ്പോൾ നമുക്ക് ആ സബ്സിഡിയുടെ എമൗണ്ട് അങ്ങ് കുറച്ച് കളയാം ഇവിടുന്ന് ഒറ്റയടിക്ക്. ഓക്കെ, ലെസ് സബ്സിഡി, ലെസ് ഗവൺമെൻറ് സബ്സിഡി. ആ ഗവൺമെൻറ് സബ്സിഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 50% കൂടാതെ ഒരു 10%. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ സബ്സിഡി ഒരു 60% അല്ലേ? ഈ 60% എന്തിൻ്റെയാ? 10 ലക്ഷത്തിൻ്റെ ആണോ ഈ 12 ലക്ഷത്തിൻ്റെ ആണോ? 10 ലക്ഷത്തിൻ്റെ അല്ലേ? ഇൻറ്റു 12 lakh അല്ലേ? 10 lakh അല്ലേ? 10 ലക്ഷം 10 lakh. 10 lakhൻ്റെ 60% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 lakh. അപ്പോൾ നമുക്ക് ആ 6 lakh കൂടെ കുറച്ച് കളഞ്ഞൂടെ? അങ്ങനെ കുറച്ച് കളയുകയാണെങ്കിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് വെറും എത്രയായിട്ട് മാറും? 6 lakh ആയിട്ട് മാറും. ഓക്കെ അല്ലേ? 12 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം കുറച്ചാൽ നമ്മുടെ 6 ലക്ഷം. ഓക്കെ, ഈ 6 ലക്ഷം രൂപയാണ് ടോട്ടൽ ഡിപ്രിസിയേഷൻ അല്ലേ? ടോട്ടലി വരുന്ന ഡിപ്രിസിയേഷൻ നമ്മൾ ഈ നോർമലി ചെയ്യുന്ന എന്താണ്? ഈ 6 ലക്ഷം ഡിവൈഡഡ് ബൈ ലൈഫ് ചെയ്യുമ്പോൾ നമുക്ക് 1 ഇയറിൻ്റെ ഡിപ്രിസിയേഷനാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഈ ഡിപ്രിസിയേഷൻ, ഈ 100% എമൗണ്ടും, ഈ 100% എമൗണ്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 100% എമൗണ്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്നുണ്ട്. ഇയർ ഇൻ വിച്ച് ദ മെഷീനറി ഈസ് പർച്ചേസ്ഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? മെഷീനറി എന്ന് പർച്ചേസ് ചെയ്യുന്നോ അന്ന് തന്നെ എടുത്തോളാനല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ മെഷീനറി പർച്ചേസ് ചെയ്തു, ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ 100% ഡിപ്രിസിയേഷൻ എടുത്തു. പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് ആ അഡീഷണൽ എക്യുപ്മെൻറ്റ് നോക്കാം. അഡീഷണൽ എക്യുപ്മെൻ്റ് ഒന്നുമില്ല. അഡീഷണൽ എക്യുപ്മെൻറ്റ് ഓക്കെ, അതിൻ്റെ പർച്ചേസ് പ്രൈസ് ഓക്കെ അല്ലേ? എത്രയാണ്? 3 lakh rupees. അതിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് മാറ്റർ അല്ല. നമ്മുടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്?
ഈ 3 lakh rupees തന്നെയാണ് 100% ഡിപ്രിസിയേഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. ഏത് ഇയറിലാണ്? തേർഡ് ഇയറിലാണ് നമ്മൾ എക്യുപ്മെൻറ്റ് മേടിക്കുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷൻ എടുക്കുന്നത് എന്നായിരിക്കും? തേർഡ് ഇയറിൻ്റെ എൻഡിലായിരിക്കും. അപ്പോൾ തേർഡ് ഇയർ ഓക്കെ അല്ലേടാ? ഇവിടെ ഫസ്റ്റ് ഇയറിൽ, ഇവിടെ തേർഡ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്രിസിയേഷൻ 100% എടുക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഡിപ്രിസിയേഷൻ എങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ലേ? പ്രശ്നമില്ലല്ലോ. ഇവിടെ നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ സബ്സിഡി മാത്രമാണ്. ആ സബ്സിഡി കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിപ്രിസിയേഷൻ്റെ അഡ്വാൻറ്റേജ് എടുത്താൽ മതി. അങ്ങനെ ഡിപ്രിസിയേഷൻ എടുക്കുമ്പോൾ ഓരോ വർഷത്തെ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അവർ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ 100% ഡിപ്രിസിയേഷനും എടുത്തോളാൻ. പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാം. നമ്മുടെ സ്ഥിരം കണ്ടുപിടിക്കുന്ന സാധനം ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. കാൽക്കുലേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്, CFET. ഓക്കെ, നമുക്ക് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാം. എത്ര ഇയർ ഉണ്ട്? 1, 2, 3, 4, 5 ഇയർ അല്ലടാ. ഓക്കെ, 5 ഇയർ. ഓരോ ഇയറിലെ ഏർണിങ്സ് തന്നിട്ടില്ലേ അവർ? ഏർണിങ്സ് അവർ നേരിട്ട് തന്നെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. സെക്കൻഡ് ഇയറിൽ 5 ലക്ഷം, തേർഡ് ഇയറിൽ 5 ലക്ഷം, ഫോർത്ത് ഇയറിലും സെയിം 5 lakh, ഫിഫ്ത്ത് ഇയറിൽ ഒന്നുമില്ല. നിങ്ങളതൊരു ടേബിളൊക്കെ ആയിട്ട് വരച്ച് വൃത്തിയായിട്ട് വേണം എഴുതാൻ കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ലെസ് ഡിപ്രിസിയേഷൻ. ഓക്കെ, നമുക്ക് ചെയ്യാം ലെസ് ഡിപ്രിസിയേഷൻ. ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ ഉണ്ടോ? ഉണ്ട്. ഫസ്റ്റ് ഇയറിലാണ് ഡിപ്രിസിയേഷൻ ഉള്ളത്. എത്രയാണ് എമൗണ്ട്? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 6 lakh rupees. സെക്കൻഡ് ഇയറിലുണ്ടോ? ഇല്ല. തേർഡ് ഇയറിലുണ്ടോ? ഉണ്ട്. ഏതിൻ്റെ? അഡീഷണൽ എക്യുപ്മെൻറ്റിൻ്റെ. ഫോർത്ത് ഇയറിലുണ്ടോ? ഇല്ല. ഫിഫ്ത്ത് ഇയറിലും ഇല്ല. കാരണം ഫസ്റ്റ് ഇയർ തന്നെ എല്ലാം എടുത്ത് തീർന്നു. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടാക്സ് ചെയ്യാം. നോക്കി, ഇവിടെ -6 lakh, ഇവിടെ 5 lakh തന്നെ, ഇവിടെ 2 lakh, 5 lakh. ലാസ്റ്റ് ഇയറിൽ ഇൻകം ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ടാക്സ്. ടാക്സ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 30%. ഓക്കെ, 6 lakh, -6 lakhൻ്റെ 30% എന്ന് പറഞ്ഞാൽ 1,80,000 എന്താണ്? നമുക്ക് ടാക്സ് സേവിങ് അല്ലേ? ടാക്സ് സേവിങ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചു. സ്ഥിരം ക്വസ്റ്റ്യനിൽ, എല്ലാ ക്വസ്റ്റ്യനിലും വരുന്ന പോയിൻ്റാണിത്. നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് വരും. ഓക്കെ അല്ലേ? ഇനി 5 lakhൻ്റെ 30% എന്ന് പറഞ്ഞാൽ എത്ര വരും? 1,50,000. നെഗറ്റീവ് ഫിഗർ. ഇവിടെയാണെങ്കിൽ 60,000. നെഗറ്റീവ് ഫിഗർ. ഇവിടെയും 1,50,000. ഇവിടെ ഒന്നുമില്ല, നിൽ. ഓക്കെ, നമുക്ക് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാം. ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 6 lakh നെഗറ്റീവിൽ നിന്ന് 1,80,000 പോസിറ്റീവ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,20,000. ഇതെന്താണ്? നെഗറ്റീവ് ഫിഗർ അല്ലേ? ഓക്കെ, ഇവിടെയാണെങ്കിൽ 3,50,000, 1,40,000, സെയിം 3,50,000, നെൽ. ഓക്കെ, ടാക്സും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രിസിയേഷനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. എന്തുകൊണ്ടാണെന്നൊക്കെ ഓർമ്മയില്ലേ? ഡിപ്രിസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. നമുക്ക് ഈ ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ലെസ് ചെയ്തത്. ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്രിസിയേഷനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഫസ്റ്റ് ഇയറിൽ 6 lakh, സെക്കൻഡ് ഇയറിൽ ഒന്നുമില്ല, തേർഡ് ഇയറിൽ ഒരു 3 lakh, ഇവിടെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ CFAT എത്ര കിട്ടും? ഇവിടെ ആണെങ്കിൽ ഒരു 1,80,000. ഇവിടെ ആണെങ്കിൽ 3,50,000 തന്നെ. ഇവിടെ 440, 3,50,000. ഇവിടെ നിൽ. ഓക്കെ, ഇനി ലാസ്റ്റ് ഇയറിൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അല്ലേ? നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടികൾ ചെയ്യാം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരച്ചായിരുന്നു. ആ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. നമ്മൾ കഴിഞ്ഞ കണക്കിലൊക്കെ മുമ്പുള്ള എല്ലാ കണക്കിലും ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ട? ആദ്യമേ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടോ എന്ന് നോക്കുക, ക്യാഷ് സാൽവേജ് വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ക്യാഷ് സാൽവേജ് വാല്യൂ നമ്മുടെ ബുക്ക് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നോക്കുക. ലോസ് ആണെങ്കിൽ അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ആ ഒരു ഐറ്റം കൂടി ഇല്ലേ? അതും കൂടെ നമുക്ക് ചെയ്യാം. ലാസ്റ്റ് ഇയറിൽ ചെയ്തുകൂടെ? പ്രശ്നമില്ലല്ലോ. നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം? ആ ക്യാഷ് സാൽവേജ് വാല്യൂവിൻ്റെ കാര്യം നോക്കാം. ആഡ് ക്യാഷ് സാൽവേജ് വാല്യൂ. എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. എന്തുകൊണ്ടാണ്? അതൊരു ഇൻഫ്ലോ ആണ്. ഓക്കെ, സാൽവേജ് വാല്യൂ എത്രയാണ് അവർ തന്നിരിക്കുന്നത്? ലാസ്റ്റ് ഇയർ ആകുമ്പോൾ 80,000 രൂപയ്ക്ക് സെയിൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 80,000. പ്രശ്നമില്ലല്ലോ. ഇനി ഈ 80,000 രൂപ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കണം. എങ്ങനെ നോക്കും? നമ്മൾ ബുക്ക് വാല്യൂ എടുക്കണം. ബുക്ക് വാല്യൂവിനെ വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്യണം. നോക്കിയേ, നമ്മൾ ആ രണ്ട് എക്യുപ്മെൻറ്റേയും ആ ഒരു ഫസ്റ്റ് മെഷീനറിയുടെയും സെക്കൻഡ് വാങ്ങിയ എക്യുപ്മെൻറ്റേയും 100% ഡിപ്രിസിയേഷനും ഫസ്റ്റ് ഇയറിൽ തന്നെ കൊടുത്തു. അതായത് ഫസ്റ്റ് ഇയറിൽ മെഷീനറി വാങ്ങിയപ്പോൾ 100% ഡിപ്രിസിയേഷൻ എടുത്തു. തേർഡ് ഇയറിൽ എക്യുപ്മെൻറ്റ് വാങ്ങിയപ്പോഴും 100% ഡിപ്രിസിയേഷൻ നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ബുക്ക് വാല്യൂ നില്ലായിരിക്കും, 0 ആയിരിക്കും.
നോക്കി, 0 ബുക്ക് വാല്യൂ ഉള്ളപ്പോൾ നമ്മൾ 80,000 രൂപ കിട്ടിയാൽ നമ്മൾ 80,000 രൂപ എന്താണ്? പ്രോഫിറ്റാണ്. നോക്കി, അങ്ങനെ നമുക്കൊരു 80,000 രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ അപ്പോഴേ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളടുത്ത് വന്നിട്ട് പറയും 80,000 രൂപയ്ക്ക് നിങ്ങൾ മെഷറി വിറ്റപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടി, ആ പ്രോഫിറ്റിൻ്റെ 30% നിങ്ങൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, നമുക്ക് ടാക്സ് അടച്ചു കൊടുക്കാം. ലെസ് എന്ത്? ടാക്സ് ഓൺ പ്രോഫിറ്റ് ഓഫ് സെയിൽ ഓഫ് മെഷീനറി നമ്മൾ വിറ്റപ്പോൾ നമുക്ക് 80,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായി. ആ 80,000 രൂപയുടെ പ്രോഫിറ്റിൻ്റെ 30%, 80,000 രൂപയുടെ പ്രോഫിറ്റിൻ്റെ 30% എന്ന് പറഞ്ഞാൽ എത്ര വരും? 2,400. ഓക്കെ അല്ലേ? സോറി, 24,000. ഓക്കെ, കോമ മാറിപ്പോയി. ഓക്കെ, എങ്ങനെ 24,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. ഇനി നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ, ആഡ് വർക്കിംഗ് ക്യാപിറ്റൽ, റിലീസ്. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ വല്ല റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നോക്കിയേ, നിങ്ങൾ ആ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്ന പോയിന്റ് നോക്കിയേ. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അറ്റ് ദ ബിഗിനിങ് 2 ലക്ഷം, തുടക്കത്തിൽ 2 ലക്ഷം വേണം. ഓക്കെ, രണ്ടാമത്തെ ഇയർ ആയപ്പോൾ 3 ലക്ഷം വേണം. അതിൻ്റെ അർത്ഥം നമ്മൾ 1 ലക്ഷം എന്ത് ചെയ്തു? വർക്കിംഗ് ക്യാപിറ്റൽ കൊടുത്തു. മൂന്നാമത്തെ ഇയറിൽ ഒരു 2,50,000 മതി. അതിൻ്റെ അർത്ഥം മൂന്നാമത്തെ ഇയറിൽ നമ്മൾ 2,50,000 ഒരു 50,000 തിരിച്ച് വിഡ്രോ ചെയ്ത് കാണും. 2,50,000 വെക്കാൻ ഒരു 50,000 നമ്മൾ വിഡ്രോ ചെയ്ത് കാണും. ഓക്കെ, പ്രശ്നമില്ല. ഇനി നമുക്ക് ലാസ്റ്റ് ഇയറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, ലാസ്റ്റ് ഇയർ വരെ നമുക്ക് എത്ര രൂപ കാണും ക്യാപിറ്റലായിട്ട്, വർക്കിംഗ് ക്യാപിറ്റലായിട്ട്? തേർഡ് ഇയറിൽ 2,50,000 വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2,50,000 തേർഡ് ഇയർ തന്നെ വിഡ്രോ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഫോർത്ത് ഇയറിൽ വിഡ്രോ ചെയ്യുന്നു പറഞ്ഞിട്ടില്ലല്ലോ. ഫിഫ്ത്ത് ഇയറിലും വിഡ്രോ ചെയ്തെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മെഷീനറി നമ്മൾ വിൽക്കുമ്പോൾ ആ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ തിരിച്ചെടുക്കും. ആ തിരിച്ചെടുക്കാൻ നമ്മുടെ കയ്യിൽ എത്ര മാത്രമേ കാണൂ? ഈ അവസാനം വരെയുള്ള 2,50,000 മാത്രമേ കാണൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഇയറിൽ നമ്മൾ 2 ലക്ഷം ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ, അത് നമ്മൾ എഴുതണ്ടേ? സെക്കൻഡ് ഇയർ ആയപ്പോൾ 3 ലക്ഷമായി. അതിൻ്റെ അർത്ഥം നമ്മളൊരു 1 ലാഖും കൂടെ 1 ലാഖും കൂടെ നമ്മൾ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ആ 1 ലാഖ് ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലേ, അതും നമുക്ക് കൺസിഡർ ചെയ്യണ്ടേ? തേർഡ് ഇയറിൽ ഒരു 50,000 തിരിച്ച് കിട്ടി. അപ്പോൾ 50,000 ഇൻഫ്ലോ അല്ലേ, അത് കൺസിഡർ ചെയ്യണ്ടേ? അപ്പോൾ അങ്ങനെ ഡൗട്ട് വന്നില്ലേ? അത് കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ അല്ല. നമ്മൾ ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യത്തില്ലേ, NPV. ആ NPV പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സാധനം കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് ഇയറിലെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ലാസ്റ്റ് ഇയറിൽ തേർഡ് ഇയറിൽ വേണ്ട വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടിന്യൂസ് ചെയ്ത് ലാസ്റ്റ് ഇയർ വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ തേർഡ് ഇയറിൽ ആ വർക്കിംഗ് ക്യാപിറ്റലായിട്ടുള്ള 2,50,000 രൂപ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. 2,50,000. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് ഒന്നും കൂടി കാണുക. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇയറിലെ CFT കിട്ടും. ലാസ്റ്റ് ഇയറിലെ CFT എത്ര വരും? 2,50,000. 80 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3,30,000. അതിൽ നിന്നൊരു 24,000 ആഡ് ചെയ്യുമ്പോൾ 3,06,000. ഇതാണ് CFAT. ഓരോ വർഷത്തെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. 1,80,000, 3,50,000, 4,40,000, 3,50,000. അതിനോടൊപ്പം നമ്മുടെ 3,06,000 റുപ്പീസും കൂടെ. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മൾ CFAT വരെ കണ്ടുപിടിച്ചു. ഇത് നിങ്ങളൊരു ടേബിൾ ഫോർമാറ്റിൽ വൃത്തിയായിട്ട് വേണം എഴുതാൻ. പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള NPV കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഒന്നുമില്ല, നമ്മുടെ ഐറ്റംസ് ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഒക്കെ എഴുതുക, അതിനെ PV ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കിട്ടും. അത് ഇൻഫ്ലോ ആണെങ്കിൽ എന്ത് ചെയ്യുക? പോസിറ്റീവ്. ഔട്ട്ഫ്ലോ ആണെങ്കിൽ നെഗറ്റീവ്. ഇത്രയുള്ള പരിപാടി. ഓക്കെ അല്ലേ? അപ്പോൾ അത് കുറച്ച് നീണ്ടിരിക്കും. അത് നമുക്ക് ഇവിടെ എഴുതാം, ഇപ്പുറത്തെ പേജിൽ എഴുതാം. പ്രശ്നമില്ലല്ലോ. നോക്കി എങ്ങനെ എഴുതാൻ നോക്കി. കാൽക്കുലേഷൻ ഓഫ് എന്ത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ പർട്ടിക്കുലേഴ്സ്. നമ്മുടെ ഫോർമാറ്റ് നിങ്ങൾ ഇങ്ങനെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് എളുപ്പമാണ്. ഇയർ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, PV ഫാക്ടർ, എമൗണ്ട്, PV പ്രസൻറ്റ് വാല്യൂ. ഓക്കെ അല്ലേ? അതായത് നമ്മൾ ഏത് വർഷമാണോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ആ ഇയറിനകത്ത് എഴുതുക. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ഇയർ ആണോ ഉള്ള ആ ഇയർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള PV ഫാക്ടർ എഴുതുക. അതിൻ്റെ എമൗണ്ട് എഴുതുക. എന്നിട്ട് PV ഫാക്ടർ ഇൻറ്റു എമൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കിട്ടും. നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി. ക്വസ്റ്റ്യൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ PDF കോപ്പി കൊടുത്തിട്ടുണ്ട്. PDF കോപ്പിയിൽ കയറുമ്പോൾ നമ്മുടെ ഈ ഒരു നോട്ടിൻ്റെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത നോട്ടിൻ്റെ PDF കോപ്പി കിട്ടും. നിങ്ങൾ അതിൽ നോക്കുക. അതിൽ നോക്കിയിട്ട് ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യനിലോട്ട് നോക്കി ഫസ്റ്റ് കിടക്കുന്ന ഐറ്റം എന്താണ്? പർച്ചേസ് ചെയ്തല്ലേ, മെഷീനറി പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്ക് പർച്ചേസ് പ്രൈസ് എഴുതാം. പർച്ചേസ് പ്രൈസ് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. ക്യാഷ് പോകുമ്പോൾ അത് ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോ ആണെങ്കിൽ നെഗറ്റീവ് ഫിഗർ ആണ്. ഓക്കെ, പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിലല്ലേ. അപ്പോൾ നമുക്ക് ഇയർ എന്ന് 0 ഇടാം.
ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിലാണെങ്കിൽ 1 എന്നിടാം, സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലാണെങ്കിൽ 2 എന്നിടാം. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിലായതുകൊണ്ട് നമ്മൾ എന്താ ഇട്ടു? 0 എന്നിട്ടു. ഓക്കെ അല്ലേ? അപ്പോൾ അവിടുത്തെ പി വി ഫാക്ടർ, ഇവിടെ പി വി ഫാക്ടർ ഒന്നുമില്ലെങ്കിൽ നമുക്ക് 1 എന്നിട്ട് കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ എന്തിട്ട് കൊടുക്കാം? 1 എന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ എമൗണ്ട് എത്രയാണ്? 10 lakh rupees നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, 10 lakh into 1 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂവും 10 lakh തന്നെയാണ്. പ്രശ്നമില്ലല്ലോ. ഇവിടെ നമ്മൾ ഒന്നുമില്ലാന്ന് പറഞ്ഞ് 0 എന്നിട്ട് കൊടുക്കരുത്. 0 ഇട്ട് കൊടുത്താൽ 0 into 10 lakh 0 തന്നെ വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ 1 എന്നിട്ട് കൊടുക്കുക. 1 into 10 lakh is equal to പ്രസൻറ്റ് വാല്യൂ 10 lakh തന്നെയാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല ഉള്ളത്. എന്താണുള്ളത്? ഒരു ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു 1 lakhും അതുപോലെ 1,50,000 അതുപോലെ നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു 50,000 അതും കൂടെ എഴുതി കൊടുക്കാം. ഇൻസ്റ്റലേഷൻ അതുപോലെ ട്രെയിനിങ് എഴുതി കൊടുത്തില്ലേ? അതും തുടക്കത്തിൽ തന്നെയാണ് 0 അതുകൊണ്ട് നമുക്ക് 1 എന്നിട്ട് കൊടുക്കാം. 1,50,000 rupees അതുപോലെ 50,000 rupees. പ്രസൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ സെയിം 1,50,000 rupees 50,000 rupees. ഓക്കെ അല്ലേ? ഇതൊക്കെ മൂന്നും എന്ത് തന്നെയാണ്? ഔട്ട്ഫ്ലോ ആണ്. നമുക്ക് നെഗറ്റീവ് ഫിഗർ അല്ലേ? നെഗറ്റീവിൽ ഇട്ട് കൊടുക്കാം, ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. പ്രശ്നമില്ലല്ലോ. എമൗണ്ട് ഇട്ട് കൊടുക്കാം, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. പ്രശ്നമില്ല. ഇനി നിങ്ങൾ ക്വസ്റ്റനിലേക്ക് കൊടുത്തു. ആ ക്വസ്റ്റനിൽ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? സബ്സിഡി അല്ലേ? സബ്സിഡി നമുക്ക് കിട്ടിയതല്ലേ? എപ്പോഴൊക്കെയാണ് കിട്ടിയത്? ഫസ്റ്റ് ഇയറിൽ പർച്ചേസ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് 50% കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നാളും കൂടെ കഴിഞ്ഞൊരു ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ നമ്മുടെ ക്വസ്റ്റനിൽ നോക്കിയടാ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ക്വസ്റ്റനിൽ നോക്കുക. ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് സബ്സിഡി റിസീവബിൾ ഫ്രം ഗവൺമെൻറ് 50% നൗ ആൻഡ് 10% അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം നമുക്ക് ബാക്കി 10% കൂടെ കിട്ടി. അപ്പോൾ നമുക്ക് സബ്സിഡി എഴുതാം. സബ്സിഡി നമുക്ക് 50% കിട്ടി. അതെന്നാ കിട്ടിയത്? ഇപ്പം തന്നെ കിട്ടി, 0യിൽ തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ 0 പി വി ഫാക്ടർ നമുക്ക് 1 എന്നിടാം. എത്രയാണ്? 10 ലക്ഷത്തിൻ്റെ 50%. 10 ലക്ഷത്തിൻ്റെ 50% എന്ന് പറഞ്ഞാൽ 5 ലക്ഷം. ഓക്കെ അല്ലേടാ? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതല്ലേ, അപ്പോൾ പോസിറ്റീവ് അല്ലേ? ബ്രാക്കറ്റിൽ ഇടണോ? വേണ്ട. ഇവിടെ 5 ലക്ഷം എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ? 5 ലക്ഷം ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം. ഓക്കെ, ബാക്കി 10% നമുക്ക് എന്ന് കിട്ടി? ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിലല്ലേ. അപ്പോൾ നമുക്ക് ഇയർ 1 എന്ന് ഇടുക. ഇയർ 1ൻ്റെ പി ഫാക്ടർ എത്രയാണ്? ഓർമ്മയുണ്ടോ? ഓരോ വർഷത്തിൻ്റെയും പി ഫാക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 10 അല്ലാണ് ഇവിടെ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ 1.1 0.909826751 എന്ന് പറഞ്ഞ് കിട്ടത്തില്ലേ? അപ്പോൾ നമുക്ക് ആ എമൗണ്ട് അങ്ങ് എഴുതി കൊടുക്കാം. എത്രയാണ്? 0.909. എമൗണ്ട് എത്രയാണ്? 1 lakh. 1 lakh into 0.909 എന്ന് പറഞ്ഞാൽ എത്ര വരും? 90,900 എന്ന് വരും. ഓക്കെ അല്ലേ? സബ്സിഡി ഗവൺമെൻറ് കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയതായിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്തു? ആഡ് ചെയ്തു, പോസിറ്റീവ് ഫിഗറായിട്ട് എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ സബ്സിഡി എഴുതി. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? സബ്സിഡിയുടെ കാര്യം പറഞ്ഞു. യൂസ്ഫുൾ ലൈഫ് പ്രശ്നമില്ല. നമ്മൾ അഡീഷണൽ മെഷീനറി വാങ്ങി. സബ്സിഡി കഴിഞ്ഞാൽ അടുത്ത പറഞ്ഞിരിക്കുന്ന പോയിന്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യം എഴുതാം. വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എപ്പോഴൊക്കെ കൊടുത്തു? ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് എത്ര വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഒരു 2 lakh വേണം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ 3 lakh വേണം. തേർഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ 2,50,000 വേണം. അപ്പോൾ നമുക്ക് അതൊക്കെ എഴുതി കൊടുക്കണ്ടേ? എഴുതി കൊടുക്കണം. എങ്ങനെ എഴുതി കൊടുക്കാം? ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിലല്ലേ? ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിലായിട്ട് നമുക്ക് 0 എന്ന് എഴുതി കൊടുക്കാം. 0 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും എപ്പോഴും വരുന്നത്. അപ്പോൾ എത്ര രൂപ വേണം? 2 lakh rupees വേണം. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം 2 lakh rupees. നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണോ വന്നതാണോ? പോയതല്ലേ, നെഗറ്റീവ് ഇടാം. 2 lakh rupees നെഗറ്റീവ്. ഓക്കെ, ഇനി വർക്കിംഗ് ക്യാപിറ്റൽ തീർന്നില്ല. എന്ത് വേണം? സെക്കൻഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിൽ. അതിൻ്റെ അർത്ഥം നമ്മുടെ ഇയറിനകത്ത് 1 ഇട്ട് കൊടുക്കാം. 1ൻ്റെ പി ഫാക്ടർ അപ്പോൾ എഴുതാം 0.909. എഴുതിക്കൂടെ? എത്ര രൂപയാണ്? 2 ലക്ഷം എന്നുള്ളത് 3 ലക്ഷം ആവണം. 2 ലക്ഷം 3 ലക്ഷം ആവണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ 1 lakh rupees അഡീഷണൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. 1 lakh rupees നെഗറ്റീവിൽ ഇടാം. 1 lakh into 0.909 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 90,900. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 2 ഇയറിലെ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്തു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന തേർഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ എത്ര വേണം? 2,50,000 വേണമെന്നല്ലേ? തേർഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ 2,50,000 വേണം. നമുക്ക് എഴുതാം. തേർഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സെക്കൻഡ് ഇയറിൻ്റെ അവസാനം. അപ്പം ഇയറിൽ 2 ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ഇയർ ആകുമ്പോൾ എത്ര വരും? 0.826 അല്ലേ വരുന്നത്? 0.826 into 50,000 അല്ലേ വരുന്നത്? 50,000 നെഗറ്റീവ് ഫിഗർ അല്ലേ? 0.826 into 50,000 വരുമ്പോൾ എനിക്ക് തോന്നുന്നു 41,300 വരും. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എഴുതി. പ്രശ്നമില്ലല്ലോ. പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. എന്താന്ന് നോക്കി. തേർഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണോ റിലീസ് ചെയ്യാണോ? 50,000 രൂപ ഇങ്ങോട്ട് റിലീസ് ചെയ്യല്ലേ. അപ്പോൾ ഇത് നെഗറ്റീവായിട്ട് വരുമോ? ഇല്ല. ഇതെങ്ങനെ വരൂ? പോസിറ്റീവായിട്ടേ വരൂ. ബ്രാക്കറ്റ് ഇല്ല ഇവിടെ. മനസ്സിലായോ? ഇപ്പോൾ നമുക്ക് തെറ്റുന്ന സാധനങ്ങൾ മനസ്സിലായില്ല. ഇപ്പോൾ എനിക്കും തെറ്റിയതാണ് ഇവിടെ.
എനിക്കും ഇങ്ങനെ തെറ്റിയതാണ്. ഞാനും എക്സാം ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്, എല്ലാവർക്കും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ പ്രത്യേകത നിങ്ങൾ ആലോചിക്കുക, സ്റ്റെപ്പ് മാർക്ക് തരണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ പേപ്പർ വാല്യൂ എന്ന സാറുമാർക്ക് വിചാരിക്കുകയാണ് സ്റ്റെപ്പ് മാർക്ക് കൊടുക്കേണ്ട കാര്യമില്ല, തെറ്റാണ് ഇവനെ തോപ്പിക്കാന്ന് വെച്ച് ജസ്റ്റ് ഒരു വെട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞു. സ്റ്റെപ്പ് മാർക്ക് തരണമെന്ന് ഒരു കാര്യമില്ല. ഇനി വല്ല ദയവും തോന്നിക്കഴിഞ്ഞാൽ തരാം. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കി, ഈ തേർഡ് ഇയറിൽ എന്താണ് 2,50,000 ആയി. 3 ലക്ഷം 2,50,000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 50,000 രൂപ നമ്മൾ ഇങ്ങോട്ട് എടുത്ത്, നമുക്ക് ഇൻഫ്ലോ ആണെങ്കിൽ അത് പോസിറ്റീവ് ഫിഗർ ആണ്. അപ്പോൾ 41,300 41,300 റുപ്പീസ് നമുക്ക് ഇൻഫ്ലോ ആണ്. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എന്താ വെച്ച് നോക്കി, വർക്കിംഗ് ക്യാപിറ്റൽ കഴിഞ്ഞു, അത് കഴിഞ്ഞ് യൂസ്ഫുൾ ലൈഫാണ് വന്നിരിക്കുന്ന കാര്യമില്ല. അത് കഴിഞ്ഞ് അഡീഷണൽ നമ്മൾ മെഷീനറി വാങ്ങി 3 lakh റുപ്പീസ്. ഓക്കെ, അഡീഷണൽ മെഷീനറി, അഡീഷണൽ എക്യുപ്മെൻ്റ് അല്ലേ? അഡീഷണൽ എക്യുപ്മെൻറ്റ് നമ്മൾ എന്നാണ് വാങ്ങുന്നത്? തേർഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ. അതിൻ്റെ അർത്ഥം സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലെന്നല്ലേ? അപ്പോൾ നമുക്ക് ഇയറിൽ 2 ഇട്ട് കൊടുത്താൽ പോരെ? 2 ഇയറിലോട്ട് തിരിച്ച് ബാക്ക് ചെയ്താൽ പോരെ? നോക്കി, ബാക്ക് ചെയ്യാം. അതിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ പി ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.826 ആയിരിക്കും. 0.826 ഇൻറ്റു എമൗണ്ട് 3 lakh അല്ലേ? 3 lakh നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണോ 3 lakh നമുക്ക് കിട്ടിയതാണോ? 3 lakh നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ 0.826 ഇൻറ്റു 3 lakh എന്ന് പറഞ്ഞാൽ എത്ര വരും? 2,47,800. 2,47,800. പോസിറ്റീവ് ഓർ നെഗറ്റീവ്? നെഗറ്റീവ്. എന്തുകൊണ്ട്? അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, നമ്മൾ അതും ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ നോക്കി, ബുക്ക് വാല്യൂ ഓക്കെ പ്രശ്നമില്ല, ക്യാഷ് സാൽവേജ് വാല്യൂ പ്രശ്നമില്ല. റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ എഴുതാം. റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ. ഓക്കെ, എന്നാണ് നമ്മൾ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്? ഇയർ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പുതിയ മെഷീനറി മേടിക്കുന്നത് എന്നാ? ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ. അപ്പോൾ പിരിച്ചു വിടുന്നത് എന്ന് തന്നെയായിരിക്കും ഫസ്റ്റ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ. അപ്പോൾ നമുക്ക് ഇയർ 0 എന്നിട്ട് കൊടുക്കാം. ഇയർ 0 എന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പി ഫാക്ടർ 1 എന്നിടുക. ഇയർ 0 ഇട്ടാൽ പി ഫാക്ടർ 1 എന്നിടുക. എമൗണ്ട് എത്രയാണ്? 1 lakh റുപ്പീസ് അല്ലേ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണോ നമുക്ക് വന്നതാണോ? പോയതാണ്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 1 lakh ബ്രാക്കറ്റിൽ. റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ നമ്മൾ പേ ചെയ്തു. ഓക്കെ, അടുത്ത കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ ആൻഡ് ഫുള്ളി ഡിഡക്റ്റബിൾ അറ്റ് ടാക്സ് പേയബിൾ. അങ്ങനെയാണെങ്കിൽ ഈ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ നമ്മൾ പേ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് കുറച്ചടച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ടാക്സ് സേവിങ് ഉണ്ടാവുന്നുണ്ട്. എന്തുപോലെ? ഡിപ്രിസിയേഷൻ പോലെ തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1 lakh റുപ്പീസിൻ്റെ 30% ടാക്സ് എന്ത് ചെയ്യണം? ടാക്സ് സേവിങ് അല്ലേ? അതൊരു ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, എന്ത്? ടാക്സ് സേവിങ് ഓൺ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ. എത്രയാണ്? 1 lakh റുപ്പീസിൻ്റെ 30% എന്ന് പറഞ്ഞാൽ എത്ര വരും? 30,000 റുപ്പീസ്. ഓക്കെ, എമൗണ്ട് നമ്മൾ എഴുതിയിട്ടു. ഇനി ഇയറിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇയർ നമ്മൾ ടാക്സ് എപ്പോഴും പേ ചെയ്യുന്ന എപ്പോഴായിരിക്കും? ഒരു ഇയറിൻ്റെ എൻഡിലായിരിക്കുമോ ബിഗിനിങ്ങിലായിരിക്കുമോ? എൻഡിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇയർ എന്ന് പറഞ്ഞാൽ 1ഉം പി ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.909 വരും. മനസ്സിലായോ? ഇത് നമ്മൾ ബിഗിനിങ്ങിലാണ് പേ ചെയ്യുന്നതെങ്കിലും നമ്മൾ എൻഡിലായിരിക്കും ടാക്സ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ഫിഗറാണ്. 30,000 ഇൻറ്റു 0.909 എത്ര വരും നോക്കി? 30,000 ഇൻറ്റു 0.909 27,270. 27,270. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലേ? റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ നമ്മൾ പേ ചെയ്തപ്പോൾ നമുക്കൊരു ടാക്സ് സേവിങ് ഉണ്ടായി. ആ ടാക്സ് സേവിങ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിപ്രിസിയേഷൻ, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾറെഡി നടത്തി. ടാക്സ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. അടുത്ത കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഏർണിങ്സ്. ഏർണിങ്സിൻ്റെ കാര്യം കൂടെ കഴിഞ്ഞാൽ പരിപാടി തീർന്നില്ലേ? ഏർണിങ്സ് ഏതെടുക്കണം? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എടുക്കണം. അപ്പോൾ നമുക്ക് CFAT കൂടെ എഴുതി കൊടുത്താൽ പരിപാടി തീർന്നു. CFAT ഓരോ ഇയറിലെ ആദ്യം എമൗണ്ട് അങ്ങ് എഴുതി വെക്കുക. എത്രയാണ്? 1,80,000. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇനി എന്ത് ചെയ്യുക? ഈ ഓരോ CFATയും ഈ നമ്മുടെ ഓരോ CFATയും അതിൻ്റെ PV ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പോൾ ഇപ്പുറത്ത് എഴുതുക. കുഴപ്പമില്ലല്ലോ. നമുക്കതൊന്ന് സ്പീഡിൽ അടിച്ച് കളയാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സിൻ്റെ എന്ത് കിട്ടി? PV ഫാക്ടർ കിട്ടി, PV കിട്ടി, പ്രസൻറ്റ് വാല്യൂ കിട്ടി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓരോ പ്രസൻറ്റ് വാല്യൂ ഉണ്ട്. ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ ഉണ്ട്. ഔട്ട്ഫ്ലോ ആണെങ്കിൽ നമ്മൾ നെഗറ്റീവിൽ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ട? ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്തെടുക്കാം അല്ലേ? ഒന്ന് നെറ്റ് ചെയ്താൽ പോരെ? പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, എല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NPV കിട്ടും. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് NPV കിട്ടി 33,006. ഇതാണ് ഇതെന്ന് പറയുന്നത് NPV എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. സിൻസ് ദ NPV ഈസ് ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് 33,006 റുപ്പീസ്, ദ മെഷീനറി ക്യാൻ ബി പർച്ചേസ്ഡ് എന്ന് എഴുതാൻ പറ്റും.
ഓക്കെ അല്ലേ? ഇതിൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു സെൻറ്റൻസും കൂടെ എഴുതാം. അങ്ങനെ പോസിറ്റീവ് ഫിഗർ തരുന്നുണ്ട്, മെഷീനറി നമുക്ക് ലാഭം തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, മെഷീനറി പർച്ചേസ് ചെയ്യാമെന്ന് വേണമെങ്കിൽ ഒന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. പ്രശ്നമൊന്നുമില്ല, സംശയമില്ലല്ലോ. ഇതൊരു ബെസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് നമ്മൾ എത്ര പോയിന്റ് ക്രാക്ക് ചെയ്ത് നോക്കി, നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എത്ര പോയിന്റുകളുണ്ടെന്ന് നോക്കി. ഒന്നാമത്തെ സാധനം ഈ വർക്കേഴ്സ് ട്രെയിനിങ് എക്സ്പെൻസ്. അത് അറിഞ്ഞുകൂടാത്ത ഒരാൾ എന്ത് ചെയ്യും? അത് വെറും ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യും, മെഷീനറിയുടെ വിലയുടെ കൂടെ ആഡ് ചെയ്യില്ല. രണ്ടാമത്തെ പോയിന്റ് സബ്സിഡി. അത് 50% ആദ്യമേയും പിന്നെ ഒരു 10%. അതിൻ്റെ ഇയറിൻ്റെ വ്യത്യാസം വരും. ഓക്കെ, ഇനി ആ സബ്സിഡിയുടെ വില എന്ത് ചെയ്യണം? മെഷീനറിയുടെ കോസ്റ്റ് ഇന്ന് ലെസ് ചെയ്യണം. ആ ഒരു പോയിന്റ് നമ്മൾ ട്രിക്കിയാണ്. ഇനി നോക്കി വർക്കിംഗ് ക്യാപിറ്റൽ. ഓരോ വർഷവും ഫസ്റ്റ് ഇയറിൽ 2 ലക്ഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, സെക്കൻഡ് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 3 ലക്ഷമല്ല 1 ലാഖാണ്. തേർഡ് ഇയർ ആയപ്പോൾ അതിൽ നിന്ന് 50,000 ഇങ്ങോട്ട് വിഡ്രോ ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ വരെ നമ്മൾ 2,50,000 ഉണ്ട്, ലാസ്റ്റ് ഇയറിൽ 2,50,000 തിരിച്ച് വിഡ്രോ ചെയ്യുന്നു. ഓർമ്മയില്ലേ ആ ഒരു സാധനം? ഓക്കെ, ഇനി ഈ മെഷീനറിയുടെ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഓർമ്മയുണ്ടോ? അഡീഷണൽ മെഷീനറി 3 ലാഖ്, അതിൻ്റെ ലൈഫിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതായത് നോക്കി, ഈ ബുക്ക് വാല്യൂവിൻ്റെ 10% അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ക്യാഷ് സാൽവേജ് വാല്യൂ 80,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 80,000 പ്രോഫിറ്റ് ആണ്, ഈ 80,000 നമ്മൾ ടാക്സ് പേ ചെയ്യണം. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അത് കഴിഞ്ഞ് റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ ഒരു എക്സ്പെൻസ് ആണ്. ആ റിട്രെഞ്ച്മെൻറ്റ് കോമ്പൻസേഷന് നമ്മൾ ടാക്സ് സേവിങ്സ് ഉണ്ടാകുന്നു, ആ ടാക്സ് സേവിങ്സ് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഡിപ്രിസിയേഷൻ ഫസ്റ്റ് ഇയറിൽ തന്നെ 100% എടുക്കുക. ഫസ്റ്റ് ഇയറിൽ എന്നല്ല, ഇയർ ഇൻ വിച്ച് മെഷീനറി പർച്ചേസ്ഡ്. അപ്പോൾ പുതിയ മെഷീനറിക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ എടുക്കുക, നമ്മുടെ അഡീഷണൽ എക്യുപ്മെൻറ്റിന് തേർഡ് ഇയറിൽ എടുക്കുക. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ക്രാക്ക് ചെയ്യാനുണ്ട് ഇതിനകത്ത്. ഓക്കെ അല്ലേ? അടിപൊളി ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NPVയുടെ ഏത് ക്വസ്റ്റൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരികയാണ്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക, ഞാൻ സ്ക്രീനിൽ ഒരു ക്വസ്റ്റൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റൻ സ്വന്തമായിട്ട് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 27,56,034 ആണ്. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ കയറിയിട്ട് ഡിസ്കസ് ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അത് ലാസ്റ്റ് പോയിന്റ് ഉണ്ടോ, ആ ബോക്സിൽ തന്നിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് പോയിന്റ്, ആ ലാസ്റ്റ് പോയിന്റ് മാത്രമാണ് ചെറുതായിട്ട് ഒരു ട്രിക്കി ആയിട്ടുള്ളത്. അത് കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിപ്പോൾ ചെയ്ത അതേ മോഡലല്ല, കുറച്ച് മാറ്റം മാത്രമേ ഉള്ളൂ. സിമ്പിളല്ലേ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ NPV അടിപൊളിയല്ലേ? നമുക്ക് NPV ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യായിരുന്നു. പക്ഷേ ഒരു ചെറിയ കോൺസെപ്റ്റ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതൊരു ചെറിയ കോൺസെപ്റ്റ് ആണെന്ന് വെച്ച് നിങ്ങൾ തള്ളിക്കളയരുത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനകത്തും അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ എക്സാമ്പിളിനകത്തും നമ്മൾ ഇപ്പോൾ നോക്കി 2 മെഷീനറിയുടെ കമ്പാരിസൺ ആണ്. നിങ്ങളും ചിന്തിച്ച് നോക്കുക, 2 മെഷീനറിയുടെ കമ്പാരിസൺ ആണ്. ആ 2 മെഷീനറിയുടെ കമ്പാരിസൺ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? രണ്ടിനും നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ള NPV കണ്ടുപിടിക്കും. എന്നിട്ട് NPV ഏതിനാണോ ഗ്രേറ്റർ ആ മെഷീനറി നമ്മൾ സെലക്ട് ചെയ്യും, മറ്റേ മെഷീനറി കളയും. അല്ലേ? ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയാം. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, മെഷീനറിയുടെ 2ൻ്റെ ലൈഫ് 2 വ്യത്യസ്തമാണ്. അതായത് ഒരു മെഷീനറിയുടെ ലൈഫ് 5 ഇയറും അടുത്ത മെഷീനറിയുടെ ലൈഫ് 8ാമത്തെ ഇയറിൽ. അപ്പോൾ നോക്കി, ഒരു മെഷീനറിയുടെ ലൈഫ് 5 വർഷം, രണ്ടാമത്തെ മെഷീനറിയുടെ ലൈഫ് എന്ന് പറയുന്നത് 8 വർഷം. അങ്ങനെയാണെങ്കിൽ ഈ 5 വർഷവും 8 വർഷവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? 5 വർഷത്തെ NPVയും 8 വർഷത്തെ NPVയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണ്? എങ്ങനെയാണ് ഹൗ ടു കമ്പയർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ് വിച്ച് ആർ ഓഫ് അൺഈക്വൽ ലൈഫ്. അതായത് 2 മെഷീനറികളുടെ അല്ലെങ്കിൽ 2 പ്രോജക്റ്റിൻ്റെ ലൈഫ് വ്യത്യസ്തമാണ്, 5 വർഷവും 8 വർഷവും. അങ്ങനെയാണെങ്കിൽ ഈ 2 മെഷീനറിയുടെ NPV തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റൂല. കാരണം എപ്പോഴും 8 വർഷത്തിൻ്റെ NPV ആയിരിക്കും മിക്കപ്പോഴും ഗ്രേറ്റർ. അങ്ങനെയാണെങ്കിൽ കാരണം അതിന് 3 വർഷം കൂടെ അഡീഷണൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ 3 വർഷം കൂടെ ഏൺ ചെയ്യുന്ന NPV ആയിരിക്കും ഗ്രേറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 5ഉം 3ഉം തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ചെയ്യും എന്നാണ് നമ്മളിനി പഠിക്കാൻ പോണത്. എങ്ങനെ ചെയ്യുമെന്നാണ് പഠിക്കാൻ പോണത്. നോർമലി 5 വർഷവും 5 വർഷം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോണത് 5 വർഷവും 8 വർഷവും. 5 വർഷം 8 വർഷം. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം ആദ്യമേ ചെയ്യുക. 5 വർഷം വെച്ചിട്ട് ഇതിൻ്റെ NPV കണ്ടുപിടിക്കുക, 8 വർഷം വെച്ചിട്ട് ഇതിൻ്റെ NPV കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതിനെ ഒരു ഇയറിലേക്ക് കൊണ്ടുവരിക. ഇതിപ്പോൾ 5 വർഷത്തെ NPV ആണ്, ഇത് 8 വർഷത്തെ NPV ആണ്. ഒരു ഇയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ 8 ചെയ്തുകൂടെ? അപ്പോൾ ഒരു ഇയറിലായി. അപ്പോൾ നമുക്ക് അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാമെന്ന് പറയാം. അങ്ങനെ പറയരുത്, ഇത് തെറ്റാണ്. ഡിവൈഡഡ് ബൈ നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ്, ലൈഫ് അല്ല ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ സം ഓഫ് PV ഫാക്ടർ. ഡിവൈഡഡ് ബൈ സം ഓഫ് PV ഫാക്ടർ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിവിടെ 5 ഇയർ ആണെങ്കിൽ 10% ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട? 1 ഡിവൈഡ് ബൈ 1.1 എന്നല്ലേ? ഫസ്റ്റ് ഇയറിൽ 0.909 വരും, സെക്കൻഡ് ഇയറിൽ 0.826 വരും, തേർഡ് ഇയറിൽ 751, ഫോർത്ത് ഇയറിൽ 683, 6 ഇയറിലാകുമ്പോൾ 621 എന്ന് വരും. ഓക്കെ അല്ലേ? ഈ ഓരോ സാധനങ്ങളും കൂടെ ആഡ് ചെയ്യുക. അതെങ്ങനെ ഒറ്റയടിക്ക് ആഡ് ചെയ്യുമെന്ന് അറിയാമോ? 1 ഡിവൈഡ് ബൈ 1.1. ഫസ്റ്റ് ഇയർ മെമ്മറിയിൽ സേവ് ചെയ്യുക, സെക്കൻഡ് ഇയർ മെമ്മറിയിൽ സേവ് ചെയ്യുക, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് മെമ്മറിയിൽ സേവ് ചെയ്തിട്ട് ഒറ്റയടിക്ക് MRC അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 3.790. ഓക്കെ അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ PV ഫാക്ടർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി.
അപ്പോൾ എന്നിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഇയറിലെ അല്ലേ സിംഗിൾ ഇയറിലെ കിട്ടും. ആ സിംഗിൾ ഇയറിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി, സിംഗിൾ ഇയറിലെ NPV കിട്ടും. ആ NPV തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. ഓക്കെ അല്ലേടാ, പ്രശ്നമില്ലല്ലോ. ഞാൻ എന്താ അങ്ങനെ ഒരു ക്വസ്റ്റനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ഒരു ക്വസ്റ്റനും കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് NPV എന്ന് പറയുന്ന ഈ ചാപ്റ്റർ തന്നെ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റനാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കി, A Limited provides you the following informations required which machine should be purchased based on NPV. ഏത് മെഷീനറിയാണ് പർച്ചേസ് ചെയ്യേണ്ടത്? ഓക്കെ, മെഷീനറിയുടെ പ്രൈസ് 5 ലക്ഷം 8 ലക്ഷം, ലൈഫ് 5 ഇയർ 8 ഇയർ. പ്രശ്നമല്ലേ, 5 ഇയർ 8 ഇയർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോർമലി 5 ഇയർ 8 ഇയറും വെച്ച് NPV കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ ഈ 5 ഇയറിലെയും 8 ഇയറിലെയും ഓരോ PV ഫാക്ടറും കൂടെ ആഡ് ചെയ്തിട്ട് അത് ഡിവൈഡഡ് ബൈ ആ ആഡ് ചെയ്ത് PV ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. സാൽവേജ് വാല്യൂ നിൽ, ഡിപ്രിസിയേഷൻ SLM-ലാണ്, സിമ്പിളാണ്. ടാക്സ് റേറ്റ് 30% ആണ്. ആനുവൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം 10 ലക്ഷം, വേരിയബിൾ കോസ്റ്റ് 40%, 30%, ഫിക്സഡ് കോസ്റ്റ് അതർ ദാൻ ഡിപ്രിസിയേഷൻ 1 lakh 3 lakh to 1 lakh 2 lakh സിമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ആനുവിറ്റി ഫാക്ടർ 5 ഇയർ ആൻഡ് 8 ഇയർ 3.791 5.335 തന്നിട്ടുണ്ട് ഇവർ. ഓക്കെ അല്ലേ. ഈ ആനുവിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഓരോ വർഷത്തും PV ഫാക്ടർ ആഡ് ചെയ്തതിനെ നമുക്ക് ആനുവിറ്റി ഫാക്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. PV ഫാക്ടറിൻ്റെ സമ്മ് ഓക്കെ ഇവർ ആനുവിറ്റി ഫാക്ടർ എന്ന് എഴുതിയിരിക്കുന്നു, അത്രേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 1 ഡിവൈഡ് ബൈ 1.1, 10% ആണെങ്കിലാണ് 1.1 ഇടുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇയർ എഴുതുക, അതിന് ആഡ് ചെയ്യാം, സെക്കൻഡ് ഇയർ ആഡ് ചെയ്ത്, തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ആഡ് ചെയ്തതിൻ്റെ MRC. ഓക്കെ, 5 ഇയറിൽ ഇതാണ്. 8 ഇയറിലാകുമ്പോഴോ 1 ഡിവൈഡ് ബൈ 1.1, 1 2 3 4 5 6 7 8 5.334 നീട്ടില്ലേ, അതാണ് ഇവർ 5.335 എന്ന് തന്നിരിക്കുന്നത്. കണ്ടില്ലേടാ നിങ്ങൾ? ഓക്കെ, 5.335 എന്ന് തന്നിരിക്കുന്നത്, പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവർ സാധനങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിക്കാം, NPV കണ്ടുപിടിക്കാം. എങ്ങനെ സിമ്പിളായിട്ട് NPV കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ, ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ ഓരോ വർഷത്തെ ആനുവൽ സെയിൽസ് വരുന്നുണ്ട്, 10 lakh റുപ്പീസാണ്. ഓക്കെ, അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കാം, 1 lakh 2 lakh റുപ്പീസ് കുറയ്ക്കാം, പ്രശ്നമില്ലല്ലോ. ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് നമ്മൾ ടാക്സ് റേറ്റ് ഇവർ തന്നിട്ടുണ്ടോ, ഉണ്ട് 30%, ടാക്സ് റേറ്റ് 30% എടുക്കുക. അതിൽ നിന്ന് തിരിച്ച് ഡിപ്രിസിയേഷനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. 1 lakhiനെയും 2 lakhiനെയും നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയിട്ട് ഇവർ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പരിപാടി. ഓക്കെ, അതൊക്കെ ചെയ്തു. ഇനി ഡിപ്രിസിയേഷൻ എമൗണ്ട് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എങ്ങനെയാണ്, 5 lakh 5 ഇയേഴ്സ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. 8 lakh 8 ഇയേഴ്സ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, അവിടെയും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഡിപ്രിസിയേഷൻ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, NPV കിട്ടും. പ്രശ്നമില്ലല്ലോ. PV ഫാക്ടർ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സെയിം തന്നെ. അങ്ങനെ PV ഫാക്ടർ കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, ആ PV ഫാക്ടർ ഡിവൈഡഡ് ബൈ 3.791, ആ PV ഫാക്ടർ ഡിവൈഡഡ് ബൈ 5.335. ഓക്കെ അല്ലേ, പ്രശ്നമല്ലോ. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, NPV കിട്ടും. ആ രണ്ട് NPV തമ്മിൽ കമ്പയർ ചെയ്യുക. ഓക്കെ അല്ലേ. ഞാൻ ആൻസർ ഇതാ സ്ക്രീനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ കയറിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഗ്രൂപ്പിൽ കയറുക, മെമ്പർ ആവുക, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുക. എല്ലാ പുതിയ അപ്ഡേറ്റ്സും ഞാൻ ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. അപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് NPV എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തുകൂടെ? ഇത് സിമ്പിൾ ക്വസ്റ്റൻ അല്ലേടാ, ഞാൻ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. NPV കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ 3.791 ഡിവൈഡഡ് ബൈ 5.335, എന്നിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏത് മെഷീനറി സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. പ്രശ്നമില്ലല്ലോ. ഈ സാധനം തന്നിട്ടില്ല, പകരം പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും, 1 ഡിവൈഡ് ബൈ 1.1. ഓക്കെ, 1 2 3 4 5 ഇയറിലായി. ഈ MRC അടിച്ചാൽ നമുക്കത് കിട്ടും. ഇനി 10 ഇയറിലെ വേണമെങ്കിലോ, 10 ഇയറിലെ വേണമെങ്കിലും ഒന്നുമില്ല. 25% ആണെങ്കിലോ, 25% ആണെങ്കിൽ 1 ഡിവൈഡ് ബൈ 1.1 എന്നിടുവോ, അല്ല 1 ഡിവൈഡ് ബൈ 1.25. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 കിട്ടി. 3.5705 എന്ന് കിട്ടും. പ്രശ്നമില്ലല്ലോ, സിമ്പിളല്ലേ. അപ്പോൾ നമുക്ക് NPV ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തുകൂടെ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ ഗ്രൂപ്പിൽ കയറുക, ഡിസ്കസ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ പറ്റിയിട്ട് ഉള്ള കമൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ സ്പീഡ് കൂടുതലാണ് എന്ത് വർഷങ്ങളായാലും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതൊക്കെയാണ് എന്നെ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത മെത്തേഡുമായിട്ട് കാണാം.